മോഡലിങ്ങിലൂടെയാണ് മെറീന സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിലേക്ക് എത്തിയെങ്കിലും തൻ്റേതായൊരു ഇടം കണ്ടെത്താൻ മെറീനയ്ക്ക് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു. സിനിമയിൽ വേരുകളില്ലാത്തതിനാൽ വളരെയധികം കഷ്ടപ്പെട്ടും നീണ്ട ദൂരം താണ്ടിയുമാണ് മെറീന ലക്ഷ്യത്തിലേക്ക് എത്തിയത്. തൻ്റെ ജീവിതത്തിലെയും കരിയറിലെയും പ്രതിസന്ധികളെക്കുറിച്ച് മുമ്പ് മെറീന സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിൽ മെറീന മനസ്സ് തുറക്കുകയാണ്. ശത്രുക്കളുണ്ടോ, ഒഴിവാക്കപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മെറീന മറുപടി നൽകുന്നുണ്ട്. ശത്രുക്കൾ ഉണ്ടെന്ന് പലരും പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതിന് കാരണമറിയില്ല. ഒഴിവാക്കപ്പെടുന്നതിനേക്കാൾ ആളുകൾ എന്നെ ഓർത്തിരിക്കുന്നില്ല എന്നൊരു സങ്കടമുണ്ടെന്നാണ് മെറീന പറയുന്നത്. പിന്നാലെ ഷൈൻ ടോം ചാക്കോയുമായി ഉണ്ടായ വിവാദത്തെക്കുറിച്ചും താരം വിശദമായി സംസാരിക്കുന്നുണ്ട്. വിവാദങ്ങളെ പേടിയൊന്നുമില്ല, പിന്നെ ആ പ്രശ്നം അത്രമാത്രം. പ്രശ്നമാകാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചുപേർ സംസാരിക്കുന്നിടത്ത് നമ്മൾ ഇൻവിസിബിൾ ആയതുപോലെ ഫീൽ ചെയ്യുക എന്നത് വലിയൊരു സങ്കടമാണ്. പേടിയല്ല, സങ്കടമാണത്. അതാണ് അന്ന് സംഭവിച്ചതെന്നാണ് മെറീന പറയുന്നത്. ഞാനൊരു പ്രശ്നത്തെപ്പറ്റി പറയാൻ ശ്രമിച്ചപ്പോൾ അതവിടെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ പ്രതികരണമാണെന്നും താരം പറയുന്നു. സിനിമയിൽ സ്ത്രീകൾക്കുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ തുറന്നു സംസാരിക്കുന്നവർ അവർക്കൊപ്പമുള്ളവരാണെന്ന് ബാക്കിയുള്ളവർ ധരിക്കും. പക്ഷേ ആ കമ്മ്യൂണിറ്റി ജൂനിയർ നടിമാരടക്കമുള്ള പലരുടെയും പ്രശ്നങ്ങളിൽ ഒരു നിലപാടും എടുക്കുന്നതായി കണ്ടിട്ടില്ല. അത്തരത്തിൽ ഞാൻ നേരിട്ട ഒരു പ്രശ്നം പറയാനാണ് അന്ന് ശ്രമിച്ചതെന്നും താരം പറയുന്നു. അഞ്ജലി മേനോൻ്റെ ചർച്ചയായി മാറിയ മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യത്തോടും മെറീന പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അഞ്ജലി മേനോൻ എവിടെയാണ്? അഭിനയം, സംവിധാനം എന്നിങ്ങനെ മുൻനിരയിലല്ലാതെ ഒരുപാട് സ്ത്രീകൾ മലയാള സിനിമയിൽ ജോലി ചെയ്യുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരൊക്കെ മലയാള സിനിമയിലുള്ളവരാണ്. ശരിയാണ്, അവർ കരുതുന്ന ലെവലിലുള്ള സ്ത്രീകൾ കുറവാണ്. ആ സ്ത്രീകളെ മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നാണ് മെറീന പറയുന്നത്. സംവിധാനത്തിലേക്ക് കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നുമാണ് മെറീനയുടെ മറുപടി. അറിയാത്ത പണി ചെയ്യുന്നത് എന്തിനാണ്? എനിക്ക് അതിനുള്ള കഴിവോ ക്ഷമയോ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അസിസ്റ്റൻ്റായി നിന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പഠിക്കും, എന്നിട്ടേ ഇറങ്ങിത്തിരിക്കൂ എന്നും താരം വ്യക്തമാക്കുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം അഭിനയിക്കുന്ന റിവോൾവ് റിംഗോ, ഇന്ദ്രജിത്ത് ഏട്ടനൊപ്പം അഭിനയിക്കുന്ന ഞാൻ കണ്ടതാ സാറേ, പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന സിനിമയുമാണ് തൻ്റേതായി അണിയറയിലുള്ളതെന്നാണ് മെറീന പറയുന്നത്.